ഒലി ഫാം കണ്ടു കഴിഞ്ഞിട്ട് നേരെ പോകുന്നത് തബൂക്കിലേക്കാണ്. അന്ന് പിന്നെ എവിടെയും പോയില്ല, കാരണം വരുമ്പോഴത്തേന് ഇച്ചിരി ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ തബൂക്കിൽ റൂം എടുത്ത് അവിടെ താമസിച്ചു. പിന്നെ അവിടുന്ന് പിറ്റേ ദിവസം നമ്മൾ രാവിലെ പോകുന്നത് ജബൽ ഹൗസ് കാണാനാണ്. അവിടുന്ന് ഏകദേശം 6 മണിക്ക് തന്നെ അവിടുന്ന് പുറപ്പെട്ടു ജബൽ ഹൗസിലേക്ക് പോവാണ്. ജബൽ ഹൗസ് നമ്മൾ മെയിനായിട്ട് നമ്മൾ ലക്ഷ്യം വെച്ചിട്ടുള്ളത് തണുപ്പാണ്. കേട്ടറിഞ്ഞെടുത്തോളം എല്ലാ കൊല്ലം കേൾക്കാറുള്ളതാണ് ജബൽ ഹൗസിൽ മഞ്ഞ് വീണു, തബൂക്കിലെ ജബൽ ഹൗസിൽ ഐസ് വരുന്നുണ്ട് എന്നുള്ള ന്യൂസുകൾ കാണുന്നുണ്ട്, പിക്ചേഴ്സ് കാണുന്നുണ്ട്. അങ്ങനെ അത് ലക്ഷ്യം വെച്ചിട്ടാണ് നമ്മൾ ജബൽ ഹൗസിലേക്കുള്ള ഒരു യാത്ര കാര്യമായിട്ട് തിരഞ്ഞെടുത്തത്. അങ്ങനെ വീണ്ടും നമ്മളെ യാത്ര തുടരുകയാണ്. പുതിയ കാണുന്ന കൂട്ടുകാർ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി ഒന്ന് ഇനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഞാനിടുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് ആദ്യം തന്നെ കാണാൻ പറ്റുന്നതാണ്. തബൂക്ക് ടൗണിൽ നിന്ന് തന്നെ നമ്മൾ ഏകദേശം ഒരു 40 മിനിറ്റ് മാക്സിമം അത്രയും നമ്മൾ ഡ്രൈവ് ചെയ്തിട്ടുണ്ടാവുള്ളൂ. അപ്പത്തിനും കുറച്ചുകൊണ്ട് ചെല്ലുമ്പോഴത്തേനും നമുക്ക് നിയോമിൻ്റെ ബോർഡ് കാണാൻ പറ്റി. ഇവിടുന്ന് അങ്ങോട്ട് നിയോം പുതിയൊരു ടൗൺ ഉണ്ടാക്കുന്നുണ്ട്. മറ്റേ സൗദി അറേബ്യയുടെ ഏറ്റവും ഒരു എന്താ പറയുക ഡെവലപ്പ് ചെയ്യാൻ പോകുന്ന ഒരു സ്ഥലമാണ് നിയോം എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് ഫുള്ള് ഇനി നിയോമിൻ്റെ അണ്ടറിലുള്ളൊരു ഏരിയയാണ്. അവർ ഇവിടുന്ന് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് ഒരു എന്താ പറയുക അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്. കാരണം ഇവിടെ ഇനി ഏത് രീതിയിലുള്ള റിസോർട്ടുകളിലാണ് കാര്യങ്ങൾ വരാൻ പോകുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം ഇവിടുന്ന് അങ്ങോട്ട് ചെയ്യാൻ പോകുന്നത് സൗദിയുടെ ഇപ്പോൾ ക്രൗൺ പ്രിൻസ് ആയിട്ടുള്ള മുഹമ്മദ് ബിൻ സൽമാൻ പല വിഷൻസ് വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഓരോ തവണ അവർ പുറപ്പെടുവിക്കുന്ന കാര്യങ്ങളും ഒരു രക്ഷയില്ലാത്ത ഒരു പ്രൊജക്റ്റുകളാണ്. കുറച്ച് ദൂരം പോകുന്നപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് നമ്മളൊരു സ്ഥലം കണ്ടുപിടിച്ച് അവിടുന്ന് ഏകദേശം ഒരു കുറച്ച് ഓടിയിട്ടുള്ളൂ നിയോമിൻ്റെ ടൗൺ കണ്ടതിന് നിയോം ബോർഡ് കണ്ടതിന് ശേഷം. പിന്നെ നേരെ നമുക്ക് ഡിസേർട്ടിലേക്ക് ഇവിടുന്ന് വണ്ടി എടുത്തു. അവിടെ ക്യാമ്പ് ചെയ്തിട്ട് നമ്മൾ ഫുഡ് കഴിക്കാനുള്ള പരിപാടിയിലാണ്. കാരണം അവിടെ ഇന്ന് പാർക്ക് ചെയ്യാൻ പറ്റിയ സ്ഥലം ഒരു രക്ഷയില്ലാത്ത സ്ഥലമായിരുന്നു. അവിടെ ചെന്ന അവിടുത്തെ പാറകളും കൂട്ടങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ ഒരു എന്താ പറയുക ഒരു പ്രത്യേക ഒരു ഭംഗിയായിരുന്നു അവിടെ. അപ്പോൾ എന്തായാലും ഇറക്കി പാർക്ക് ചെയ്ത സ്ഥലം ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നില്ല. പാർക്ക് ചെയ്തതിനല്ല അവിടെ ഉള്ളവരൊക്കെ നമ്മളെ വണ്ടിയിലാർക്ക് ഫോട്ടോ എടുക്കാനും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് നീങ്ങി പോയി. ഇവിടുന്ന് ഇനി അങ്ങോട്ട് ജബൽ ഹൗസ് എത്തുന്നത് വരെയുള്ള 2 സൈഡിലും ഇതുപോലുള്ള പാറക്കൂട്ടങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഫോട്ടോ എടുക്കാൻ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് ഇവിടെ വന്നാൽ എത്ര ഫോട്ടോ എടുത്താലും മതിയാവില്ല. അത്ര ഭംഗിയുള്ള ഓരോ പോസുകൾ നമുക്ക് പല ഓരോ ഗ്യാപ്പിൽ നിന്ന് നമുക്ക് കിട്ടും. പാറയുടെ ഓരോ എന്താ പറയുക ആംഗിളും നമുക്ക് അത്ര മനോഹരമായിട്ടുള്ള ഫോട്ടോസ് നമുക്ക് എടുക്കാൻ പറ്റും. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ കുറച്ച് പവർഫുള്ളായിട്ടുള്ള വണ്ടിയായിട്ട് വരികയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഈ ഓരോ പാറയുടെ മുകളിലേക്ക് നമുക്ക് വണ്ടി കൊണ്ടുപോകാൻ പറ്റും. അതായത് പോലെ ജീപ്പ് പോലുള്ള വണ്ടികളൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ നമുക്ക് ഓരോ പാറയുടെ മുകളിൽ കയറ്റി നിർത്തിയിട്ടൊക്കെ ഓരോ ഫോട്ടോ എടുത്താൽ അത്രയും വളരെ മനോഹരമായിട്ടുള്ള ഓരോ പിക്ചേഴ്സ് നമുക്ക് കിട്ടും. ഇവിടെയൊക്കെ ഓരോ സ്ഥലത്ത് ടെൻ്റ് അടിച്ചിട്ട് പിന്നെ ആൾക്കാർ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളവിടെ ചെല്ലുമ്പോൾ കുറച്ച് ആൾക്കാർ ഈ മരകട പുഴയിൽ ടെൻ്റ് അടിച്ചിരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ വീഡിയോ കുറച്ച് ഷൂട്ട് ചെയ്ത് വരുമ്പോഴത്തേനും അവിടെ അവർ ഭക്ഷണം കഴിക്കാനുള്ള ടെൻ്റൊക്കെ അടിച്ച് കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. പോകുമ്പോൾ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ചെറിയൊരു ഗ്യാസ് സ്റ്റൗവ്, അതുപോലെ ചെറിയൊരു ടെൻറ്റ്, പിന്നെ ചെറിയൊരു കുക്കിങ്ങിന് സൗകര്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇവിടുന്ന് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെച്ചിട്ട് തന്നെ ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി അവിടുന്ന് വളരെ വിശാലമായിരുന്നു കഴിച്ചിട്ടാണ് പിന്നീടുള്ള യാത്ര തുടർന്നത്. സത്യത്തിൽ ഇന്നലെ രാത്രിയാണ് നമ്മളിവിടെ എത്തുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ ആവും നമ്മൾ ക്യാമ്പ് ചെയ്യാനുള്ള പരിപാടി സെറ്റ് ചെയ്യുക. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളെ അടുത്ത് 2 ടെൻ്റ് ഉണ്ടായിരുന്നു. കാരണം എവിടെയെങ്കിലും നമുക്ക് ടെൻ്റ് അടിക്കാൻ പറ്റിയ സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ ടെൻ്റ് അടിച്ച് താമസിക്കുക എന്നുള്ളൊരു പ്ലാനിലാണ് നമ്മൾ 2 ടെൻ്റ് വെച്ചത്. പക്ഷേ നമുക്ക് ടെൻ്റ് അടിക്കാൻ പറ്റിയ സ്ഥലം നല്ലത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല താമസിക്കാൻ പറ്റിയത്. കാരണം ഇന്നലെ രാത്രി നേരെ തബൂക്കിലാണ് നമ്മളൊന്ന് പെട്ടത്. പറഞ്ഞാൽ അവിടുന്ന് ഇങ്ങോട്ടുള്ള ദൂരം വന്നിട്ട് നമ്മൾ ഇത് എവിടെ ഇങ്ങനത്തെ ഒരു സ്ഥലം കിട്ടുക ഒന്നും അറിയണ്ടായിരുന്നില്ല. പക്ഷേ ഈ സ്ഥലം കണ്ടപ്പോൾ ടെൻ്റ് അടിച്ച് താമസിക്കാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ്. കാരണം പേടിക്കാനൊന്നുമില്ല, നേരം ഫ്രണ്ടിൽ തന്നെ ഹൈവേ പോകുന്നുണ്ട്. കുറച്ചുള്ളിലാണെങ്കിലും എല്ലാതും നമുക്ക് ആക്സസ് ആണ്. ആരും അങ്ങനെ ബുദ്ധിമുട്ടിക്കാൻ കാര്യങ്ങൾ വരും ഒന്നുമില്ല. അതിനപ്പോൾ അത്രയും നല്ലൊരു സ്ഥലമായിരുന്നു. അപ്പോൾ ആ ഒരു ചെറിയൊരു മിസ്സിങ് ഈ ഒരു യാത്രയിൽ പറ്റി. എന്തായാലും അടുത്തതിൽ നമുക്കിത് കവർ ചെയ്യണം. അങ്ങനെ എന്തായാലും ഭക്ഷണം കഴിപ്പൊക്കെ കഴിഞ്ഞ് പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് വീണ്ടും യാത്ര തുടരുകയാണ്. ജബൽ ഹൗസ് മലേനെ കുറിച്ച് പറയുകയാണെങ്കിൽ തബൂക്ക് പ്രവിശ്യയിലെ ഏറ്റവും ഉയരം കൂടിയ മലകളിൽ ഒരു മലയാണ് ഈ ജബൽ ഹൗസ് മല. അതുകൊണ്ട് തന്നെ വിൻ്റർ സമയമായി കഴിഞ്ഞാൽ ഈ മലയുടെ മുകളിൽ കഴിഞ്ഞ 2-3 തവണകളിൽ നല്ല മഞ്ഞ് വീഴ്ച ഉണ്ടായിരുന്നു. ഏകദേശം നമ്മുടെ കാശ്മീരിലൊക്കെ പോലെ തന്നെ അത്ര അധികം മഞ്ഞ് വീഴ്ച ഉണ്ടായിരുന്നു. അപ്പോൾ ഈ യാത്ര തിരഞ്ഞെടുക്കാനുണ്ടായ കാരണം തന്നെ ഇങ്ങോട്ട് മഞ്ഞ് വീഴ്ച കാണാനായിരുന്നു. കൂടാതെ ജബൽ ഹൗസിനെ കുറിച്ച് പറയുന്ന വേറൊരു ചരിത്രം എന്ന് പറഞ്ഞാൽ മൂസാ നബിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ്.
പക്ഷെ ഈ സ്ഥലമാണോ ആ സ്ഥലം എന്ന് പറഞ്ഞാൽ അതിനൊരു ചരിത്രപരമായ ഒരു രേഖകളോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെ ചരിത്രം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ മൂസ നബി ഈജിപ്തിൽ നിന്ന് ഫിറോവിൻ്റെ ശല്യം സഹിക്കാൻ വയ്യാതെ അവിടുന്ന് ഇങ്ങോട്ട് പലായനം ചെയ്ത് വന്നിട്ട് ഇവിടുന്ന് ഈ ഒരു മലയുടെ മുകളിൽ വെച്ചിട്ടാണ് ദൈവത്തിനുമായി കൂടിക്കാഴ്ച ഉണ്ടായെന്നാണ് ചരിത്രങ്ങൾ പറയുന്നത്. ഈജിപ്തിലെ അന്നത്തെ ഭരണാധികാരിയായ ഫിറോവിന്, അതായത് ഫറോവ, അവിടെയുള്ള ഇസ്രായേൽ സമൂഹത്തെ അടിമകളാക്കി വെച്ചിരിക്കുകയായിരുന്നു. ഈ ഇസ്രായേൽ സമൂഹത്തെ രക്ഷപ്പെടുത്താനായിട്ട് മൂസ നബി കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ഫിറോവിൻ്റെ ശല്യം സഹിക്കാൻ വയ്യാതെ മൂസ നബി മദിയാൻ എന്ന സ്ഥലത്തേക്ക് അവിടുന്ന് പലായനം ചെയ്യാണ്. മദിയാൻ എന്ന് പറഞ്ഞാൽ തബൂക്ക് പ്രവിശ്യയിലുള്ള ഇന്നത്തെ അൽബാദ് എന്ന പട്ടണമാണ്. ഈജിപ്തിൽ നിന്ന് മൂസ നബി പലായനം ചെയ്ത് മദിയാനിലേക്കാണ് വന്നതെന്നുള്ളതിന് ചരിത്രരേഖകൾ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മദിയാനിൽ മൂസ നബിയുമായി ബന്ധപ്പെട്ട ഒരുപാട് ചരിത്ര ശേഷിപ്പുകൾ ഇപ്പോഴും അവിടെ ബാക്കിയുണ്ട്. ഈ മദിയാൻ എന്ന് പറഞ്ഞ പട്ടണത്തിലെ അന്നത്തെ ആൾക്കാർ എന്ന് പറഞ്ഞാൽ അളവിൽ തൂക്കത്തിൽ കൃത്രിമം കാണിക്കുക, അതുപോലെ അതുവഴി കടന്നു പോകുന്ന ആൾക്കാരൊക്കെ പിടിച്ചു പറിച്ച് അവരുടെ സമ്പാദ്യമൊക്കെ പഠിക്കുക, അങ്ങനെയുള്ള ഒരു സ്വഭാവമുള്ള ഒരു ആൾക്കാരായിരുന്നു അവിടെ. ഈ സമയത്താണ് മൂസ നബി ഈ മദിയാൻ എന്ന പട്ടണത്തിലേക്ക് വരുന്നത്. അവിടെ വെച്ചിട്ട് മൂസ നബിക്ക് വെള്ളം കുടിക്കാൻ ദാഹിക്കുകയും ആ വെള്ളം കുടിക്കാൻ പോയ കിണറിൻ്റെ അടുത്ത് വെച്ചിട്ട് 2 പെൺകുട്ടികളെ കാണുകയും ചെയ്യുന്നത്. ഈ 2 പെൺകുട്ടികളും ഷുഹൈബ് നബിയുടെ മക്കളായിരുന്നു. അതിൽ സഫൂറ എന്ന് പറഞ്ഞ പെൺകുട്ടീനെ പിന്നീട് മൂസ നബി കല്യാണം കഴിക്കുന്നുണ്ട്. ചരിത്രങ്ങൾ ഒരുപാടുണ്ട്. ഇത് മൂസ നബിയുമായി ബന്ധപ്പെട്ട് അൽബാദും ഈ ഒരു പ്രവിശ്യയിൽ കുറേ ചരിത്രങ്ങൾ കിടക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ ശേഷിപ്പുകളായിട്ട് ഇപ്പോഴും അവിടെ ഉണ്ട്. അങ്ങനെ ചരിത്രങ്ങൾ ഒരുപാട് പറഞ്ഞ് നമ്മൾ കുറേ മുന്നിലേക്ക് എത്തി. ഇപ്പോൾ നമ്മൾ ജബൽ ഹൗസ് മല കയറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടുന്ന് അങ്ങോട്ടുള്ള ഡ്രൈവ് ചെയ്ത് വരാൻ പറ്റുന്ന കൂട്ടുകാർക്ക് വളരെയധികം എന്താ പറയുക ഒരു എക്സ്പീരിയൻസ് നൽകുന്ന സ്ഥലങ്ങളാണ്. കാരണം കുറേ ഹെയർ പിന്ന് വളവുകൾ, അതേപോലെ തന്നെ വളരെ കുത്തനെയുള്ള കയറ്റങ്ങൾ, എന്താ പറയുക മല ചെത്തിയിട്ടുള്ള റോഡുകൾ കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു ഫീലാണ്. അങ്ങനെ നമ്മൾ മല ഓൾമോസ്റ്റ് കയറി ഇതിൻ്റെ പകുതി ഭാഗത്തേക്ക് എത്തി. ഇനി ഇവിടുന്ന് കുറച്ചുകൂടി ഉള്ളൂ ജബൽ ഹൗസ് മലയിലേക്ക് എത്താനായിട്ട്. കുറച്ചുകൊണ്ട് ദൂരം ചെന്നപ്പോൾ നമ്മൾ നല്ലൊരു വ്യൂ പോയിന്റ് കിട്ടിയപ്പോൾ നമ്മൾ വണ്ടി ഒന്ന് സൈഡാക്കി കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ വണ്ടി നിർത്തിയിട്ട് താഴത്തേക്ക് നോക്കിയപ്പോൾ ഒരു ഫീൽ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ഫീലായിരുന്നു. താഴെ കാണുന്ന ആ റോഡുകൾ മുഴുവൻ നമ്മൾ ഇങ്ങോട്ട് കയറി വന്ന വഴികളാണ്. ഇവിടെ എന്നിട്ട് 4 ഭാഗത്തേക്ക് നോക്കുമ്പോഴും നല്ല സ്റ്റൈലായിട്ടുള്ള മലകളും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് ആ ആകാശത്തിൻ്റെ നീല നിറം ഒക്കെ കൂടിയിട്ട് ഒരു വല്ലാത്തൊരു ആംബിയൻസ് ആയിരുന്നു അവിടെ. അങ്ങനെ അവിടുന്ന് ഫോട്ടോ എടുപ്പും കാര്യങ്ങളും കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. വീണ്ടും വണ്ടി എടുത്തിട്ട് നമ്മൾ മുകളിലേക്ക് പോകാൻ നിൽക്കുകയാണ്. ഇവിടെ പിന്നെ അധികം സമയം കളയാൻ നിന്നില്ല. കാരണം നമുക്ക് ഇന്ന് തന്നെ ജബൽ ഹൗസ് മലയുടെ മുകളിൽ കയറിയിട്ട് നേരത്തെ പറഞ്ഞ മൂസ നബിയുമായി ബന്ധപ്പെട്ട ചരിത്രം ഉറങ്ങുന്ന സ്ഥലങ്ങൾ കുറേ ഉണ്ട്. അൽബാദ് പട്ടണത്തിൽ പോകേണ്ടിയുണ്ട്. അവിടെ മൂസ നബി അന്ന് വെള്ളം കുടിച്ച കിണർ, അതേപോലെ തന്നെ ഷുഹൈബ് നബിയുടെ വീടുകൾ, അവരുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ അവിടെ ഉണ്ട്. അതൊക്കെ നമുക്ക് പോയിട്ട് ഇന്ന് തന്നെ ഷൂട്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ജബൽ ഹൗസ് മലയുടെ മുകളിലേക്ക് പോവുകയാണ്. ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഈ റോഡ് ലാസ്റ്റ് ഒരു ചെക്ക് പോയിന്റ് വരുന്നുണ്ട്. അവിടുന്ന് അങ്ങോട്ട് നമുക്ക് വണ്ടി കൊണ്ടുപോകാൻ പറ്റില്ല. മിലിറ്ററിയുടെ ചെക്ക് പോയിൻ്റാണ്. നമുക്ക് വണ്ടിയും കൊണ്ട് ലാസ്റ്റ് ആ ഗേറ്റ് വരെ പോകാൻ പറ്റും. പക്ഷേ അവരവിടുന്ന് ഗേറ്റ് നമുക്ക് വേണ്ടി തുറന്നു തരില്ല. കാരണം അവിടുന്ന് അങ്ങോട്ട് മിലിറ്ററിയുടെ വണ്ടികൾ കാര്യങ്ങൾ പോകാനുള്ളതാണ്. നമ്മളോട് കാര്യം ചോദിക്കും എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്ന്. അപ്പോൾ നമ്മൾ പറഞ്ഞാൽ മതി ഇങ്ങനെ ഇവിടെ നിന്ന് ജസ്റ്റ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി വന്നതെന്ന് പറഞ്ഞാൽ അവിടെ വണ്ടി നിർത്തി സൈഡാക്കിയിട്ട് ഇവിടെ കണ്ടോളാനേ പറയുള്ളൂ. അപ്പുറത്തേക്ക് കടത്തി നമ്മൾ വിടില്ല. അപ്പോൾ അവർ പറഞ്ഞാൽ അവിടുന്ന് നമ്മൾ ആ ഗേറ്റിന് മുന്നിൽ നിന്ന് തന്നെ തൊട്ടടുത്തൊരു ചെറിയൊരു ഒഴിഞ്ഞ സ്ഥലമുണ്ട്. അവിടെ നമ്മൾ വണ്ടി നിർത്തിയിട്ട് ഈ വണ്ടി നിർത്തിന് ജസ്റ്റ് ഓപ്പോസിറ്റായിട്ട് മലയുണ്ട്. അതിൻ്റെ മുകളിൽ നമ്മൾ കയറിയിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാനൊക്കെ ആയിട്ട് എല്ലാം സെറ്റായി. അവിടെയാണ് ഈ പറയുന്ന എൻഡ് പോയിൻ്റ് ഉള്ളത്. അപ്പോൾ താഴത്ത് നമ്മൾ വണ്ടി നിർത്തിയിരിക്കുന്ന സ്ഥലത്ത് ഫുള്ള് വലിയ വലിയ വണ്ടികളൊക്കെ നിർത്തുന്നുണ്ട്. കാരണം കുറേ ആൾക്കാർ ഈ സ്ഥലത്തേക്ക് വരുന്നുണ്ട് ഈ സ്ഥലം കാണാനൊക്കെ ആയിട്ട്. അപ്പോൾ ആ സ്ഥലത്താണ് എല്ലാവരും വണ്ടിയും കാര്യങ്ങളൊക്കെ നിർത്തുക. അവിടെ വന്നിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് ഈ സ്ഥലത്ത് നിർത്തിയിട്ട്. ഇവിടുത്തെ പാറകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ പാറകളും ഒരു ചുവന്ന കളറിലാണ്. ഇതിൻ്റെ മുകളിൽ ഇതേപോലെയുള്ള വളരെ ചെറിയ ഷാർപ്പായിട്ടുള്ള മുള്ളുകളോട് കൂടിയ കുറേ കുറ്റി ചെടികളുണ്ട് ഇവിടെ. അത് നടക്കുമ്പോൾ ശരിക്കും സൂക്ഷിക്കണം. എല്ലാം നല്ല പെയിൻഫുള്ളാണിത്. അങ്ങനെ ഇവിടെ വെച്ചിട്ടാണ് മൂസ നബിക്ക് ദൈവത്തിൻ്റെ പ്രകാശം കാണാൻ കഴിഞ്ഞു എന്നുള്ളതും ദൈവവുമായി നേരിട്ട് സംസാരിക്കാൻ കഴിഞ്ഞു എന്ന് പറയപ്പെടുന്ന സ്ഥലം.
ഈ ഒരു വിഷയത്തിൽ ഈ മല തന്നെയാണോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു സ്വീകാര്യത ഉണ്ടായിരുന്നില്ല. കാരണം അവിടെ ഇതിനെക്കുറിച്ചിട്ട് യാതൊരു ബോർഡോ പിന്നെ ഇവിടെ തന്നെയാണോ അതെന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു സൈനും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ താഴെ പോയിട്ട് നമ്മൾ ആദ്യം കണ്ട മിലിറ്ററി ഉദ്യോഗസ്ഥൻ്റെ അടുത്ത് പോയി ചോദിച്ചു, ഇവിടെ ഇങ്ങനെ ഒരു ചരിത്രപരമായ സ്ഥലമാണോ എന്ന് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞത്, ഇവിടെ ആൾക്കാർ വണ്ടി കൊണ്ടൊക്കെ വരുന്നുണ്ട്, ഇവിടെ വണ്ടി നിർത്തിയിട്ട് ഇതിൻ്റെ മുകളിലും ഈ മലയുടെ അപ്പുറത്തൊക്കെ കടന്നു പോകുന്നുണ്ട്, കുറേ ആൾക്കാർ വരുന്നുണ്ടെന്നാണ് ആൾ പറഞ്ഞത്. നമ്മൾ വണ്ടി നിർത്തി കൊടുത്ത് നേരെ അപ്പുറത്തൊക്കെ ഈ മല നോക്കുമ്പോൾ കറക്റ്റ് ബാക്കിൽ നല്ല നീല നിറത്തിലുള്ള ആകാശത്തിൻ്റെ മുന്നിൽ ചുവന്ന കളറിലുള്ള പാറകളും അതേപോലെ തന്നെ ഒരു സൈഡിൽ കറുത്ത നിറത്തിലുള്ള പാറകളായിരുന്നു. ഇവിടുന്ന് അത് കാണുമ്പോൾ നല്ല രസമുള്ളൊരു വ്യൂ ആയിരുന്നു. കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് ആരും വന്നിട്ടുണ്ടായിരുന്നില്ല. അവിടെ ആ സമയത്ത് ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കൊറോണ കാരണമായിരിക്കണം അധികം വിസിറ്റേഴ്സൊന്നും ആ ഭാഗത്ത് ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ വണ്ടി എടുത്തിട്ട് അവിടെ ആ ചുറ്റുഭാഗത്തുള്ള കുറച്ച് ഓഫ് റോഡായിട്ട് അതിൻ്റെ മുകളിലേക്ക് ഞങ്ങൾ കുറച്ച് വണ്ടി കൊണ്ടുപോയി. റോഡ് അത്ര നല്ലതായിരുന്നില്ല എങ്കിലും കുറച്ച് ദൂരം മുന്നിലേക്ക് കൊണ്ടുപോയി. ഞങ്ങൾ വണ്ടി അവിടെ നിർത്തിയിട്ട് പിന്നെ കുറച്ച് നടന്ന് കാണാനായിട്ട് കുറച്ച് സ്ഥലങ്ങളുണ്ടായിരുന്നു. വണ്ടി അവിടെ നല്ല ലോങ്ങിൽ നിർത്തി അവിടെ ഞങ്ങൾ കുറച്ച് മുകളിലേക്ക് നടന്നു പോയി. അവിടുന്ന് ഓൾമോസ്റ്റ് ഒരു 1.5 കിലോമീറ്റർ ഞങ്ങൾ മുകളിലേക്ക് നടന്നു പോയിട്ടുണ്ടാവും. അവിടെ പോയി അതിൻ്റെ ചുറ്റുഭാഗത്തൊക്കെ നടന്ന് ഫുള്ള് എക്സ്പ്ലോർ ചെയ്തിട്ടാണ് പിന്നെ ഞങ്ങൾ താഴത്തേക്ക് തിരിച്ചു വന്നത്. ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമുക്ക് നേരെ പോകാനുള്ള ഇനി അൽബാദ് പട്ടണത്തിലേക്കാണ്, പണ്ടത്തെ മദിയാൻ എന്ന് പറയുന്ന ടൗണിലേക്ക്. അവിടെയാണ് ഇനി മൂസാ നബിയുടെ ചരിത്രശേഷിപ്പുകൾ കുറേ ഉള്ളത്. മൂസാ നബി അന്ന് വന്ന് വെള്ളം കുടിച്ച കിണറുണ്ട്, പിന്നെ ഷുഹൈബ് നബിയുടെ വീടുണ്ട്. അവിടുന്ന് കുറച്ച് നീങ്ങിയിട്ട് 12 സ്പ്രിങ്സ് വരുന്നുണ്ട്. മൂസാ നബി ഒരു വടി കൊണ്ട് കല്ലിലടിച്ചിട്ട് 12 ഉറവുകൾ വരുന്നുണ്ട്, അതുണ്ട്. പിന്നെ ചെങ്കടലിനെ പിളർന്നിട്ട് ഇങ്ങോട്ട് കടന്നിട്ട് വരുന്ന, അപ്പോൾ ഈ അടിയിൽ പിളർന്നൊരു പാറയുണ്ട്, തജിബുൽ ഇസ്മ എന്ന് പറഞ്ഞ വലിയൊരു മലയുണ്ട്. അവിടെയൊക്കെ പോകണം. അവിടെയൊക്കെ പോകാൻ പറ്റുമോ ഇല്ലെന്നൊന്നും അറിയാൻ പറ്റില്ല. എന്തായാലും അതൊക്കെ ലക്ഷ്യമാക്കിയിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ തുടർന്നുള്ള വീഡിയോകൾ എന്തായാലും എല്ലാവരും കാണണം. കാരണം വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് വരുന്നുണ്ട്. വീഡിയോ കാണുന്ന എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ കൂടുതൽ വീഡിയോകൾ കാണാനായിട്ട് ഞാൻ അപ്ലിക്കപ്പിൾ ഇടുന്ന വീഡിയോകൾ കാണാനായിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി ഒന്ന് ഇനേബിൾ ചെയ്ത് വെക്കുക. അങ്ങനെ ജബൽ ഹൗസ് മല ഇറങ്ങി നമ്മൾ ചരിത്രങ്ങൾ ഇറങ്ങുന്ന അൽബാദ് പട്ടണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്.